ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വിഷയം അതിൽ ഇടക്കാല കരാറായിട്ടുണ്ട്. പക്ഷെ പല വിഷയങ്ങളിലും ഒരു വ്യക്തതയായിട്ടില്ല. പക്ഷേ ഇത് ഒരു ആയുധമായി പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഒപ്പം തന്നെ ഈ ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെ നൽകിയ ഹർജി സുപ്രീംകോടതിയിൽ എത്തിയിട്ടുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. കഴിഞ്ഞ ആഴ്ച പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ US വ്യാപാര കരാർ ഒരു പ്രധാന ആയുധമായി പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ സമ്മേളനം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ സമ്മേളനം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട ഉള്ള പ്രാഥമിക കരാറിന്റെ ചട്ടക്കൂട് പുറത്തിറങ്ങിയത്. അത് സംബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും നടത്തിയത്. ഇതിൽ ഉന്നയിച്ച പല വിഷയങ്ങളിലും പ്രതിപക്ഷം ഇതിനകം തന്നെ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സംയുക്ത പ്രസ്താവന പൂർണ്ണമല്ല, വ്യക്തമല്ല എന്നും കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല, കർഷക വഞ്ചനയാണ് ഈ കരാർ എന്നുമുള്ള ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തുണ്ട്. ഈ വിഷയം പാർലമെന്റിലും ഇന്ന് ഉന്നയിക്കാനാണ് സാധ്യത. ഇരുസഭകളിലും ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച പൂർണ്ണമായും 5 ദിവസം നീണ്ടുനിന്ന സഭാ സ്തംഭനത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. സമാനമായി ഈ വിഷയം ഇരുസഭകളിലും ഉന്നയിക്കുമ്പോൾ അത് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് വഴിവെക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇന്ന് ബജറ്റ് സംബന്ധിച്ചുള്ള പൊതുചർച്ചയാണ് ഇരു സഭകളിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായി ഇന്ന് ദേശീയ തലത്തിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ചുപ്രീംകോടതി ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായി മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ തവണ കോടതിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ടെത്തി തന്നെ വാദിച്ചിരുന്നു. പലർക്കും നോട്ടീസുകൾ ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. പേരുകളുടെ പൊരുത്തക്കേടിൽ നോട്ടീസ് നൽകുന്നത് ശ്രദ്ധാപൂർവം വേണമെന്ന കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ ഈ മമതയുടെ ഹർജിയിൽ കമ്മീഷനോട് വിശദീകരണം തേടിയിരുന്നു കോടതി. അതിനുള്ള മറുപടി കമ്മീഷൻ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ഒപ്പം തന്നെ ഈ FIR പ്രക്രിയ നീട്ടണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി ഇന്ന് തീരുമാനം അറിയിക്കാനും സാധ്യതയുണ്ട്. ക്രിസ്റ്റീന, ശരി. ദേശീയ വാർത്തകളുടെ വിവരങ്ങളുമായി ചേർന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.